ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ദ പ്ലൗമാൻ എന്ന് പറയുന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. ഈ ഒരു പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് വരാം. Activity 1. A poet turns letters and words into various styles to frame lines of a poem. എന്താ പറയുന്നത്, ഒരു പോയറ്റ് ലെറ്റേഴ്സും വേർഡ്സും, അതായത് വാക്കുകളും അക്ഷരങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പോയത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് എഴുതിയുണ്ടാക്കുന്നത് അല്ലേ. Likewise, a farmer turns seeds to crops. Likewise, അതേപോലെ തന്നെ a farmer turns seeds to crops. ഫാർമർ, കർഷകർ എന്താണ് ചെയ്യുന്നത്, അവർ സീഡ്സിനെ ക്രോപ്സ് ആക്കി മാറ്റുന്നു. അതായത് വിത്തുകളെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി വിളകളാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. വിച്ച് ലൈൻ ഗീവ് യു ദിസ് ഐഡിയ? ഈ ഒരു ആശയം വരുന്ന ലൈൻസ് നമ്മളുടെ പോയത്തിലുണ്ട്. അപ്പോൾ അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ്, ഒരു പോയറ്റ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ വ്യത്യസ്തമായ തരത്തിൽ യൂസ് ചെയ്തുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതേപോലെ ഫാർമേഴ്സ് സീഡ്സിനെ ക്രോപ്സ് ആക്കി മാറ്റുന്നു, വിത്തിനെ വിളയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ആശയം വരുന്ന ലൈൻ ഏതാണ് നമ്മളുടെ കവിതയിൽ എന്നാണ് ചോദ്യം. This is the page whose letters shall be seen changed by the sun to words of living green. അപ്പോൾ ഇതാണ് രണ്ട് ലൈൻസ്. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു ഉഴുതുമറച്ച നിലം, അതിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഒരു പേജിനോട്, ഒരു പേപ്പറിനോടാണ്. അത് മാത്രമല്ല ഇവിടെ വിത്തുകളെ കമ്പയർ ചെയ്യുന്നത് ലെറ്റേഴ്സിനോടാണ്. പിന്നെന്താണ്, സൂര്യനാണ് ഈ ഒരു വിത്തുകളെ ലിവിങ് ഗ്രീൻ ആക്കി മാറ്റുന്നത്, അതായത് പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. In this poem, the poet considers both farming and writing as creative work. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമ്മളുടെ പോയറ്റ് ഫാമിങ്ങിനെയും അതേപോലെ തന്നെ റൈറ്റിങ്ങിനെയും, കൃഷിയെയും എഴുത്തിനെയും കൺസിഡർ ചെയ്യുന്നത് ഒരു ക്രിയേറ്റീവ് വർക്കായിട്ടാണ്. അതായത് സർഗാത്മകമായ അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായ കാര്യമായിട്ടാണ് പോയറ്റ് കണക്കാക്കുന്നത്. Let us examine how the poet compares these two activities. അപ്പം നമുക്കൊന്ന് നോക്കാം ഈ രണ്ട് ആക്ടിവിറ്റീസിനെയും പോയറ്റ് എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളത്. Study the following table and fill in the missing parts. Use the hints given in the brackets. അപ്പം നമുക്ക് താഴെയുള്ള ആ ടേബിൾ ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് മിസ്സിങ് ആയിട്ടുള്ളത് എന്നൊക്കെ. ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിങ് പാർട്സ്. അപ്പം ഇവിടെ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. കുറേ കളികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്യണം. യൂസ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് അവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, പെന്ന്, പേജ്, ക്രോപ്സ് ആൻഡ് വേറെന്താ, സീഡ്സ്, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പോയറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഫസ്റ്റത്തെ ആ ഒരു കോളം ബ്ലാങ്ക് ആണ്. പിന്നെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, താഴെ ബ്ലാങ്ക് ആണ്. പിന്നെ ഫാർമറിൻ്റെ സെക്ഷനിൽ ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 ബ്ലാങ്ക് ആണ്. ലാസ്റ്റ് വൺ ഫാമിംഗ് ടൂൾസ്. അപ്പോൾ ഇനി ഇതിൽ പോയറ്റിൻ്റെ താഴെ നമ്മൾ എന്താണ് എഴുതേണ്ടത്, ഫീൽഡ് എന്നുള്ളതാണ് ഫാർമറിൻ്റെ നേരെയുള്ളത് അല്ലേ. അപ്പോൾ പോയറ്റിൻ്റെ നേരെ നമ്മൾ എന്തെഴുതണം, ഫീൽഡിലാണ് ഫാമേഴ്സ് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ പോയറ്റ് എവിടെയാണ് എഴുതുക, പേജിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേജ് എന്ന് എഴുതണം. അപ്പോൾ ഒരു പോയറ്റ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എവിടെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു പേജിലാണ്, ഒരു പേപ്പറിലാണ് അല്ലേ അദ്ദേഹം എഴുതി ഉണ്ടാക്കുന്നത്. അതേപോലെ ഫാർമർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഫീൽഡിലാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്, പോയറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ലെറ്റേഴ്സ് ആണ് അല്ലേ. പോയറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിനെ വേർഡ്സ് ആക്കിയും സെൻറ്റൻസസ് ആക്കിയും ഒക്കെ വലിയൊരു കവിതയാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാർമേഴ്സിൻ്റെ നേരെ നമ്മളപ്പം ലെറ്റേഴ്സിൻ്റെ നേരെയുള്ള കോളത്തിൽ എന്താണ് എഴുതേണ്ടത്, സീഡ്സ് അല്ലേ. ഫാമേഴ്സ് സീഡ്സ് നട്ടിട്ടാണ് പിന്നെ അതിന് വെള്ളം ഒഴിച്ച് വളം കൊടുത്ത് അതൊരു വിളയായിട്ട് നല്ല രീതിയിൽ തഴച്ച് വളർന്നു വരണം അല്ലേ. അപ്പം
അവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സീഡ്സ് എന്നാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് വേർഡ്സ് ആണ്. അപ്പോൾ ഒരു പോയറ്റ് ലെറ്റേഴ്സ് എന്താക്കി മാറ്റുന്നു? വേർഡ്സ് ആക്കി മാറ്റുന്നു. അക്ഷരങ്ങളെ വാക്കുകളാക്കി മാറ്റുന്നു. അതേപോലെ ഫാർമർ എന്താണ് ചെയ്യുന്നത്? സീഡ്സിനെ ക്രോപ്സ് ആക്കി മാറ്റുന്നു, അല്ലേ? വിത്തുകളെ വിളകളാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത്? ക്രോപ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഫാർമറിൻ്റെ ഭാഗത്തായിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? ഫാമിംഗ് ടൂൾസ്, അല്ലേ? അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, തൂമ്പ, മമ്മട്ടി അങ്ങനെയുള്ളൊക്കെ സാധനങ്ങളാണ് ഫാമിംഗ് ടൂൾസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പോയറ്റിൻ്റെ ടൂൾ എന്താണ്? പെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? പെൻ എന്ന് കൊടുക്കണം. പെൻ വെച്ചിട്ടല്ലേ പോയിട്ട് റൈറ്റ് ചെയ്യുക, എഴുതുക, പോയം എഴുതുക. അപ്പം പോയറ്റിൻ്റെ ടൂൾ എന്താണ്? പെന്നാണ്. ആക്ടിവിറ്റി 3, പിക്ക് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. 2 അതിലധികമോ വേർഡ്സ്, അതിൻ്റെ എൻഡിങ് സൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താം. ഇവിടെ പോയത്തിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്നുള്ളത്. ഫസ്റ്റ് പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? റിങ്സ്, കിങ്സ്. രണ്ടാമത്തേത് സീൻ, ഗ്രീൻ. മൂന്നാമത്തേത് പെൻ, മെൻ. ആൻഡ് നാലാമത്തേത് ഏതാണ്? ടോയിൽ ആൻഡ് സോയിൽ. അപ്പോൾ ഇത് നമുക്ക് എടുത്തെഴുതാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. വി ആർ അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. നമ്മളെല്ലാവരും അഗ്രികൾച്ചറിനെ കുറിച്ച്, അതായത് കൃഷിയുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. വൈ കാൺ വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? എന്തുകൊണ്ട് നമുക്ക് ചിങ്ങം 1, അതായത് കർഷക ദിനം നമ്മളുടെ സ്കൂളിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തുകൂടാ? ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ, വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂളിലേക്ക് കർഷകരെ ക്ഷണിക്കുക. പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ പ്രോഗ്രാംസ്, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നടത്തേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഫിക്സ് എ ഡേറ്റ് ആൻഡ് ടൈം, ഒരു ടൈമും ഡേറ്റും ഫിക്സ് ചെയ്യുക. പിന്നെ എന്താണ്? പ്രിപ്പയർ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ക്ഷണിക്കണമെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്താണ്? അറേഞ്ച് വെജിറ്റബിൾ മോഡൽസ്, അതായത് വെജിറ്റബിൾസ് വെച്ച് നമ്മൾ പലതരത്തിൽ ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, ഒരു എക്സിബിഷനൊക്കെ പോലെ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ്? നൗ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫാമേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫാമേഴ്സിനെ, അതായത് കർഷകരെ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് വേണം ക്ഷണിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർക്കാണോ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നത് അയാളുടെ പേര് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ സുഗു എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ളൊരു ഫാർമറിൻ്റെ പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡിയർ സുഗു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പ്രിയപ്പെട്ട സുഗു. ഇനിയിപ്പോൾ ബാലനോ രാമനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. വി ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ. അപ്പം എന്താണ്? ചിങ്ങം ഫസ്റ്റ് ഫാമേഴ്സ് ഡേ ഞങ്ങളുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രഡീഷണൽ ഫാമേഴ്സ് ഇൻ അവർ ലൊക്കാലിറ്റി. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താണ്? ട്രഡീഷണൽ ഫാർമറാണ് നിങ്ങൾ. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ആസ് എ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ ഓഫ് അവർ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ഡേ സെലിബ്രേഷന് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വി ഓൾ ആർ ഇൻട്രസ്റ്റഡ് ടു നോ യുവർ ട്രഡീഷണൽ വേസ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് യുവർ കീൻ നോളജ് ഇൻ ഫാമിംഗ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ഇൻട്രസ്റ്റോടു കൂടി അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികൾ, ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സിനെ കുറിച്ചും അതേപോലെ എന്താണ് നിങ്ങളുടെ ഒരു ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു നോളജ് ഉണ്ടാവുമല്ലോ ഒരു ഫാർമർ ആവുമ്പോൾ. അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ വിത്ത് ഗ്രേറ്റ് ഓണർ വി ആർ ഇൻവൈറ്റിംഗ് യു ടു ദ ഫംഗ്ഷൻ. അപ്പം ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞങ്ങൾ നിങ്ങളെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. യു ആർ ലവിംഗ്ലി സ്റ്റുഡൻസ് IMHS തിരൂർ. അപ്പം ഇവിടെ ലവിംഗ്ലി കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. പിന്നെ എന്താണ്? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ വെറുതെ IMHS തിരൂർ എന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.